സ്വത്വം തിരിച്ചറിഞ്ഞ് വിവേചനങ്ങളെ അതിജയിച്ച് തുല്യാവകാശത്തിലേക്ക് പോരാട്ടത്തിലൂടെ മുന്നേറുന്ന ട്രാൻസ് പ്രതിനിധി. ഫ്രറ്റേണിറ്റി സംസ്ഥാന സമിതി അംഗമായ ഷിജിന തൻസീറിനെ സ്നേഹാദരപൂർവ്വം ഐക്യദാർഢ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദര അഭിവാദ്യങ്ങൾ നേരുകയാണ്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ ഈ കാലഘട്ടത്തിലും സ്ത്രീപീഡനങ്ങൾക്കും സ്ത്രീധനത്തിനെതിരെയും ഗാർഹിക പീഡനങ്ങൾക്കെതിരെയുമുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും സ്ത്രീപീഡനങ്ങളും സ്ത്രീധന പീഡനങ്ങളും ഗാർഹിക പീഡനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു എന്നതും അതിനോടനുബന്ധിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കിരയായിത്തീരുന്നു എന്നുള്ളതും ലജ്ജാവഹമായ കാര്യം തന്നെയാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടായിരുന്ന പല ദുരാചാരങ്ങളും അവസാനിപ്പിക്കുവാൻ നമുക്കായി എങ്കിലും സമൂഹത്തെ കാർന്നു തിന്നുന്ന, സമൂഹത്തിന് വിപത്തായി ചൊരിയുന്ന സ്ത്രീധനം എന്ന ദുരാചാരം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന നിരോധന നിയമവും സംസ്ഥാനത്ത് നിലവിലുണ്ടെങ്കിലും ആ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതും, ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീധന നിരോധന നിയമവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും സംസ്ഥാനത്തുണ്ടെങ്കിലും അവ എത്രത്തോളം ബലവത്തായി നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കുവാനായിട്ടുള്ളത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു ഉപജീവന മാർഗം നേടിയതിനു ശേഷം വിവാഹം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. ഭർത്താവിൻ്റെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാര്യങ്ങൾ അന്തസ്സോടുകൂടി നിറവേറ്റുന്നതിന് അവർക്ക് സാധിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയാണ് ഏറ്റവും വലിയ ധനമെന്നുള്ള കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുവാൻ അയാളുടെ മാതാപിതാക്കൾ അയാളെ പഠിപ്പിച്ചിരിക്കണം. കൂടാതെ സ്ത്രീധനം മോഹിച്ച് വിവാഹം കഴിക്കാൻ തുനിയരുത്. ഒരു പുരുഷന് വിവാഹം കഴിക്കുന്നവളെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പോറ്റുവാനായിട്ട് ആ പുരുഷന് കഴിയണം. ഇനി മാതാപിതാക്കളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരൻ്റെയോ ഗൾഫുകാരൻ്റെയോ കൈകളിലേക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിവാഹത്തിന് ശേഷവും നിങ്ങളുടെ മകളുമായി നിരന്തരമായ ആശയവിനിമയം നടത്തണം. ഇത് ഒരു പരിധിവരെ നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന, വിവാഹശേഷം നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കുവാനായി സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ സ്ത്രീധനം കൊടുക്കുകയില്ലെന്നും നമ്മൾ ആരും സ്ത്രീധനം വാങ്ങുകയില്ല എന്നുമുള്ളൊരു ദൃഢപ്രതിജ്ഞ നാം ഓരോരുത്തരും എടുക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉറച്ച തീരുമാനമെടുക്കുവാനുള്ളൊരു സമയം കൂടിയാണ്. വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് നടത്തുന്ന ഈ ഒരു പ്രക്ഷോഭത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.